ഭഗവാനെ. ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് അഞ്ചൽ അഗസ്ത്യക്കോട് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അഞ്ചൽ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലുള്ള അഞ്ചൽ അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രമാണ്. അതെ, നമ്മളിന്ന് ശിവക്ഷേത്രത്തിലൊന്ന് തൊഴാനായിട്ട് വന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം, ശിവരാത്രി മഹോത്സവം. നമ്മൾ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ വന്ന് ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവിടുത്തെ കലാപരിപാടികളൊക്കെ കണ്ട് സന്തോഷമായിട്ട് എല്ലാ വർഷവും വരുന്നുണ്ട് ശിവരാത്രി കാണാൻ. മഹാദേവ ക്ഷേത്രമാണിത്. പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ പുനലൂർ സബ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. ഈ അടുത്ത സമയത്താണ് നമ്മൾ കൊടിമരത്തിൻ്റെ ഇതൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ചത്. ഇതിൻ്റെ അടുത്ത സമയത്താണ്. അതിനുശേഷമാണ് ഉത്സവമൊക്കെ ഇവിടെ കഴിഞ്ഞത്. അമ്പലമാണ്, ചുറ്റമ്പലമാണ്. നമുക്ക് അകത്ത് പിടിക്കാനുള്ള ഇതോടൊന്നും പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നവഗ്രഹ ഇതും കൂടെ ഉള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നവഗ്രഹ പൂജ ചെയ്യുന്നവർക്കൊക്കെ വന്നാൽ നല്ല വൃത്തിയായി തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ പോകാൻ. ശിവന്റെ പിന്നിലായിട്ടുണ്ട്. പിന്നെ അതെ, ഗണപതി നമ്മളെല്ലാവരും ഇപ്പം ചുറ്റി തൊഴുതൊക്കെ വന്നു. പക്ഷേ ഇപ്പം ഉപദേവതകളെയൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ വരികയാണ് നമ്മൾ. നമുക്ക് അവിടെ ഒന്നും അലൗഡല്ല ക്യാമറ, അതുകൊണ്ടാണ് അടുത്തൊന്നും കാണിക്കാത്തത്. ഹനുമാൻ സ്വാമിയെ തൊഴുതു, ഹനുമാൻ സ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ തൊഴുതു. ഇനി അയ്യപ്പനെ തൊഴണം, ദേവിയുടെ ഇതൊക്കെ തൊഴണം. അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ അലൗഡല്ല പിടിക്കാൻ. അവിടെ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നടക്കുക. വലിയൊരു പ്രതിമയുണ്ട് ശിവന് തന്നെ. ശിവന്റെ അമ്പലത്തിനോടനുബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. അതേ മുമ്പ് ഇവിടെയായിരുന്നു കുളം നിന്നിരുന്നത്. അതെന്തോ ക്ഷേത്രക്കുളം, അത് ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചേക്കുക. അപ്പം അങ്ങോട്ട് പോകാം. പക്ഷെ ഇവിടെ നിന്ന് പിടിക്കാൻ ഉള്ള അലോഡില്ല നമുക്ക് കേട്ടോ. ക്യാമറ കൊണ്ടുവരാനുള്ളത്. കാവും ഭൂദേവതകളൊക്കെ ഇവിടെ നടക്കുന്നു. ദേവീക്ഷേത്രത്തിൽ തൊഴുവാണ്. പണി നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം. പുതിയ കുളമാണ്. പുതിയ ക്ഷേത്രക്കുളമാണ്. പഴയത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ ക്ഷേത്രക്കുളമാണ്. നാഗരാജാവിൻ്റെ അടുത്ത് തൊഴുവാണ്. അതെ, നാഗരാജാവാണ്. കൊടിമരം എൻ്റെ ഫ്രണ്ട് വശമാണ്. മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ് അത്. നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാനേ ഉള്ളൂ അധികാരം. വെയിലാണ്, ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അല്ലാതെ ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഞങ്ങൾ തൊഴുത് വന്ന്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഇനി അത് നമ്മുടെ പൂമാലയൊക്കെ വയ്ക്കുന്ന ബുക്ക് സ്റ്റാള് ഒക്കെ കൂടെയൊക്കെ കാണിക്കാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ. എല്ലാ വർഷവും കുംഭമാസത്തിൽ ശിവരാത്രി സമയങ്ങളിൽ പിന്നെ വായനയൊക്കെ ഇവിടെ വെച്ച് നടക്കും. വായന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഓഡിറ്റോറിയം കൂടെ. ഇത് ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി, ഉപദേശക സമിതി കമ്മിറ്റി ഓഫീസും എല്ലാം കൂടെയാണ്. പൂമാല വയ്ക്കുന്ന പൂജാ സ്റ്റാളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ പരിസരമാണിത്. വിശാലമായ ഒരു ക്ഷേത്രത്തിൽ ആണിത്. പരിസരമൊക്കെ വിശാലമായിട്ടുള്ള വാഹനമൊക്കെ വരും, പാർക്ക് ചെയ്യാനൊക്കെ വിശാലമായുള്ള സ്ഥലമെല്ലാം ഉണ്ട്. ആൽമരം നല്ലൊരു ഐശ്വര്യമുള്ള വളരെ പഴക്കം നിന്നൊരു ആൽമരമാണ്. 10-60 വർഷത്തിന് മുമ്പുള്ള ഒരു ആലാണെന്ന് തോന്നുന്നത്. അതിൽ കൂടുതലും പഴക്കം കാണാം. പഴക്കത്തിൻ്റെ അറിയത്തില്ല. ഞങ്ങളുടെ ചെറുതിലെ ആൽമരം ഇവിടെ ഉണ്ട്. ഈ ആൽമരം ഉണ്ട് ഇവിടെ. നല്ല പഴക്കം ചെന്നൊരു ആൽമരമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്ന പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഞങ്ങൾ ഇവിടുന്നാണ്. അപ്പോൾ ഇത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് മേടിച്ചാൽ മതി. എല്ലാ
ഉണ്ട്. തിരിയും, ആ, തിരിയും, മാലയും, നെയ്യും, കൂളമാല, എല്ലാം കിട്ടും. തുളസിമാല, പിന്നെ എണ്ണ, തിരി, അങ്ങനെ പൂജാ സാധനങ്ങളെല്ലാം ഉണ്ട്. അരളിമാല കെട്ടിയത്, നാളികേരം, വെറ്റില. നാരങ്ങ, വെറ്റില കൊണ്ട് എന്താ മാലയാണെന്നോണ? അതെ, ഹനുമാൻ സ്വാമിക്കുള്ള. ഹനുമാൻ സ്വാമിക്കുള്ള മാല, വെറ്റില. ഇതാണ് നമ്മുടെ. കറുകമാല ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അണ്ണൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ. ഇവിടുത്തെ സ്വദേശം ഇവിടെ തന്നെയല്ലേ? അമ്പലത്തിനടുത്ത് തന്നെ. അവർ രാവിലെ എത്ര മണിയാകുമ്പോൾ അണ്ണൻ തിറക്കും? 4:45. 4:45 നമ്മൾ ഇത് തിറക്കും ഇവിടെ. അമ്പലം എത്ര മണിക്ക് ഓപ്പൺ ചെയ്യും? 5 മണിക്കാകുമ്പോൾ അമ്പലം ഓപ്പൺ ആകും. പക്ഷേ അദ്ദേഹം 4:45 വരും. അപ്പോൾ എല്ലാ പൂജാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ വന്നാൽ എല്ലാം വാങ്ങാം, ഇല്ലയോ? അപ്പോൾ എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞോണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല. ഓക്കെ. അപ്പം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ വെച്ച്. പുതിയ വീഡിയോ ഞങ്ങൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.